ഹായ് ഓൾ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ജേർണലിംഗ് ആണ്. ഞാൻ ഈ കാണിക്കുന്ന നോട്ട് ടു സെൽഫ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കണ്ടൻറ്റ്. ജേർണലിംഗ് മാത്രമല്ല, ഗിവ് അവേ ഉണ്ട്. എന്താണ് ഗിവ് അവേ ഗിഫ്റ്റ് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഞാൻ ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന രീതിയിൽ ജേർണലിംഗ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ് ഈ നോട്ട് ടു സെൽഫ് തന്നെ ആയിക്കോട്ടെ. ഈ ഒരു ജേർണലിൽ അങ്ങനെ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, കൂടുതലും ഞാൻ എഴുതിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ നോട്ട് ടു സെൽഫ് ഉണ്ടല്ലോ, സെൽഫ് മോട്ടിവേറ്റഡ് ആവാനായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു A4 പേപ്പർ എടുക്കുക, ഡിഫറെൻറ്റ് കളറിലുള്ള സ്കെച്ച് പെൻസ് എടുക്കുക. ഇനി സ്കെച്ച് പെൻ ഇല്ലാത്തവരാണെങ്കിൽ സാധാ ഒരു പെന്നും പേപ്പറും ഉപയോഗിച്ച് ചെയ്യുക. അതുമല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ നിങ്ങളുടെ മെൻറ്റൽ വെൽബീയിങ്ങിനായിട്ട് ഒരു നോട്ട്ബുക്ക് മാറ്റി വെക്കുക. അതിനകത്ത് ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക കേട്ടോ. ഇതുവരെ നിങ്ങൾ അങ്ങനെ ഒരു ബുക്ക് മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ എന്തായാലും ചെയ്യുക. അത് നിങ്ങളെ ലൈഫിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ബുക്ക് മാറ്റി വെച്ചവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ പ്ലാൻ ഉള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിലിതുപോലെ നമുക്ക് സെൽഫ് മോട്ടിവേഷൻ കിട്ടുന്ന ക്യാപ്ഷൻസൊക്കെ എഴുതി ഒട്ടിച്ച് വെക്കുക കേട്ടോ. ഇത് തന്നെ എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല ക്യാപ്ഷൻസ് കിട്ടും. ഇഷ്ടപ്പെട്ടത് എഴുതി വെക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ ചെയ്യുക. എന്തെങ്കിലും ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അതില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്കെച്ച് പെന്നോ ഉപയോഗിച്ച് ചെയ്യുക കേട്ടോ. നിങ്ങൾ A4 പേപ്പറിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഏരിയയിൽ ഒട്ടിച്ച് വെക്കുക. അതല്ല നിങ്ങളുടെ മെൻറ്റൽ വെൽബീയിങ്ങിനുള്ള ബുക്കിലാണെങ്കിൽ ആ ബുക്ക് എപ്പോഴും നിങ്ങൾ സ്റ്റഡി ടേബിളിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ഡെയിലി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അതൊരു തവണയെങ്കിലും ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. അതുകൊണ്ട് ആഫ്റ്റർ 1 മന്ത് എന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഈ ഒരു വീഡിയോയിൽ ഗിവ് അവേ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. 3 പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. 1K വ്യൂസ് ആയി കഴിഞ്ഞാൽ വിന്നറെ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.